മതം അനുഷ്ഠിച്ചു വരുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിലൂടെ ലൈംഗികത പാപമാണ് എന്ന ധ്വനി എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. സ്ത്രീകൾ എവിടെ ചെല്ലുമ്പോഴും ഭർത്താക്കന്മാരുടെ അടുത്ത് പാപം ചെയ്യാൻ പോണ പോലെയാണ്. 40 വയസ്സായ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു ഭർത്താവ് ചെന്നാ പറയുന്നത്, നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിച്ച് ഭർത്താവ് വേറെ സ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നതിന് ഒരു കാരണം ഈ ഭാര്യ. ഇത് ഈ ലൈംഗികത, ഞാൻ ഈ പുറത്തിറങ്ങിയിട്ടും ഒരു വിവാഹത്തിന് തയ്യാറാകാത്തത് എൻ്റെ ഉള്ളിലുള്ള ഈ ഭയമാണ്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് സന്യാസ സമൂഹം അല്ലെങ്കിൽ ബ്രഹ്മചര്യം അനുസരിച്ച് സേവനം നടത്തുന്നവർ അവരെല്ലാം തെറ്റുകാരാകുമോ? എന്റെ നോട്ടത്തിലുള്ള വൈദികരും അച്ഛന്മാരും മറ്റ് ഈവൻ സന്യാസികളും 1% ഈ വിളി അനുസരിച്ച് ബ്രഹ്മചര്യം 100% പൂർണ്ണമായി ജീവിക്കാൻ ഒരു കഴിവുണ്ട്. 1%. ബാക്കി 99% ഉടുപ്പിട്ട് വെറുതെ നടക്കുന്നു. അത് എത്രമാത്രം സാധ്യമായിട്ടുണ്ട്? ബ്രഹ്മചര്യം എത്രമാത്രം മനുഷ്യന് സാധ്യമാകുന്നു? 33 വർഷം സന്യാസ മഠത്തിനുള്ളിൽ ജീവിച്ചപ്പോ ബ്രഹ്മചര്യവ്രതത്തിനാണ് മുൻതൂക്കം. അപ്പൊ ഈ ബ്രഹ്മചര്യവ്രതത്തിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇപ്പൊ ഇവര് പറഞ്ഞൊക്കെ ശരി തന്നെ. ഹൃദയം നിറഞ്ഞിരിക്കുകയാണ് ദൈവം, അതുകൊണ്ട് മറ്റാരെയും ഇണയായി ചേർക്കാത്തത്. അല്ലാതെ അവരെ പാടില്ലാത്തതുകൊണ്ടല്ല, സ്ഥലമില്ലാത്തതുകൊണ്ടെന്നുള്ള പോലെ അത്രയും ദൈവം നിറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് വശമായിട്ടാണ് ബ്രഹ്മചര്യവ്രതത്തെ, സ്നേഹത്തിന്റെ തുടിപ്പ് എന്നൊക്കെയാണ് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ജീവിച്ചു വന്നപ്പോൾ ഈ പറഞ്ഞതൊന്നും കാണാനുണ്ടായില്ല പ്രായോഗിക തലത്തില്. അതുകൊണ്ടും അവസാനം വന്നപ്പോൾ സന്യാസം തന്നെ അവിടെ ഉണ്ടോ, ദൈവം വരെ അവിടെ ഉണ്ടോ, ഇറങ്ങിപ്പോയോ? കാരണം ദൈവത്തെയും മാമോനെയും ഒന്നിച്ച് സേവിക്കാൻ കഴിയില്ല എന്ന യേശുവിന്റെ വചനത്തിൽ മാമോൻ കയറി ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന കണ്ടപ്പോ ദൈവം പാവം ഇറങ്ങിപ്പോയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഉപേക്ഷയ അല്ല വേണ്ടത് സന്യാസത്തില്, സ്വീകരണമാണ് വേണ്ടത്. ദൈവം സൃഷ്ടിച്ച എല്ലാ നന്മയും സ്വീകരിക്കുകയും ആസ്വദിക്കുകയും അതിന്റെ ശരിയായ രൂപത്തിൽ ആസ്വദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന, ഞാനത് ഇംഗ്ലീഷിൽ 3 വാക്കായിട്ട് പറയുന്നത്, എസ്തെറ്റിസിസം പ്ലസ് ഈസ്തെറ്റിസിസം ഇസ് ഈക്വൽ ടു മിസ്റ്റിസിസം. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം. അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് സന്യാസ സമൂഹം അല്ലെങ്കിൽ ബ്രഹ്മചര്യം അനുസരിച്ച് സേവനം നടത്തുന്നവർ അവരെല്ലാം തെറ്റുകാരാകുമോ? എന്റെ നോട്ടത്തിലുള്ള വൈദികരും അച്ഛന്മാരും മറ്റ് ഈവൻ സന്യാസികളും 1% ഈ വിളി അനുസരിച്ച് ബ്രഹ്മചര്യം 100% പൂർണ്ണമായി ജീവിക്കാൻ ഒരു കഴിവുണ്ട്. 1%. ബാക്കി 99% ഉടുപ്പിട്ട് വെറുതെ നടക്കുന്നു. ഒന്നും വേണ്ട. ഈ അബ്ദുൽ കലാം വിവാഹം കഴിക്കാതിരുന്നത് ഒരുപക്ഷെ സയൻസിനോട് ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാകാം. അദ്ദേഹത്തിന്റെ ഹൃദയം സയൻസ് കൊണ്ട് നിറഞ്ഞു. അപ്പൊ സമയം കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഉത്തരം. ഈ ഇണ ചേരാൻ അവർക്ക് സമയം കിട്ടിയില്ല. സിസ്റ്റർ സെഫി അകത്ത്, സിസ്റ്റർ ജസ്മി പുറത്ത്. എന്തൊരു വിരോധാഭാസം! ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതല്ല, പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും സിസ്റ്റർ സെഫി അകത്തും ഒരുപക്ഷെ ഇനി വിശുദ്ധ എന്ന് വിളിക്കപ്പെടാൻ ഇടവരുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതേതെങ്കിലും ഒരു സഭയുടെ മാത്രം കാര്യമല്ലേ? അതിനെ വെച്ച് നമുക്ക് ലോകത്തെ മുഴുവൻ വിശദീകരിക്കാൻ പറ്റും. നമ്മളത് പലയിടത്തും അത് ഇറങ്ങിയുന്നത് കാണുന്നുണ്ടല്ലോ. പലയിടത്തും ഇത് കൂണ് പോലെ മുളച്ച് പുറത്തേക്ക് ചാടുന്നുണ്ട് ഈ കാര്യങ്ങൾ എത്ര അടക്കിയിട്ടും.
മതം അനുഷ്ഠിച്ചു വരുമ്പോൾ ഈ ക്രിസ്ത്യാനിറ്റിയിലൂടെ ലൈംഗികത പാപമാണ് എന്ന ധ്വനി എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. സ്ത്രീകൾ എവിടെ ചെല്ലുമ്പോഴും ഭർത്താക്കന്മാരുടെ അടുത്ത് പാപം ചെയ്യാൻ പോണ പോലെയാണ്. 40 വയസ്സായ ഒരു സ്ത്രീയുടെ അടുത്ത് ഒരു ഭർത്താവ് ചെന്നാ പറയുന്നത് നിങ്ങൾക്ക് മതിയായില്ലേ എന്ന് ചോദിച്ച് ഭർത്താവ് വേറെ സ്ത്രീകളുടെ അടുത്തേക്ക് പോകുന്നതിനൊരു കാരണം ഈ ഭാര്യ. ഇത് ഈ ലൈംഗികത ഞാൻ ഈ പുറത്തിറങ്ങിയിട്ടും ഒരു വിവാഹത്തിന് തയ്യാറാകാത്തത് എൻ്റെ ഉള്ളിലുള്ള ഈ ഭയമാണ്. ദൈവം